വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു ഡെസേർട്ട് സഫാരിക്ക് ദുബായിയുടെ കുറച്ച് ഔട്ടറായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. നമ്മൾ മരുഭൂമിയിലൂടെയാണ് ഇപ്പം പോകുന്നത്. കഴിഞ്ഞ ദിവസം മഴ പെയ്ത് മരുഭൂമിയിലൊക്കെ അത്യാവശ്യം പച്ചപ്പായിട്ട് നിൽക്കുകയാണ് കേട്ടോ. സാധാരണ നമ്മുടെ കുട്ടനാട്ട് പാടശേഖരങ്ങളിലൊക്കെ കാണുന്ന മാതിരി പച്ചപ്പ് ഇപ്പം നമുക്കിവിടെ മരുഭൂമി കാണാൻ പറ്റും, ദുബായിലെ മരുഭൂമിയിൽ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഡെസേർട്ട് സഫാരിക്ക് പോകേണ്ടിയാണ്. സ്മിത്ത് കാർ ഓടിക്കുന്നു, പുറകിൽ നമ്മുടെ ഫുൾ ടീമുണ്ട്. മരുഭൂമി പ്രദേശത്തോടെയാണ് പോകുന്നത് കേട്ടോ. ഇവിടെ എല്ലാം ഈ മഴ കൂടുതൽ പെയ്തിട്ട് ഇവിടെ എല്ലാം പച്ചപ്പുണ്ട്. ദൂരെയായിട്ട് നമുക്ക് മരുഭൂമി കാണാൻ പറ്റും. ഈ സൈഡിലൊക്കെ കുറച്ച് മണലൊക്കെ ഉണ്ട്. എന്നാലും സാധാരണ മരുഭൂമി കാണുന്ന ഒരു മണൽ കൂനകളൊക്കെ ഇവിടെ കുറവാണ് ഇപ്പോൾ ഈ പ്രാവശ്യം. ഈ മഴയൊക്കെ പെയ്തുകൊണ്ട് മൊത്തം ഒരു ചെറിയ പച്ചപ്പോട് കൂടിയാണ് ഇരിക്കുന്നത്. സഫാരിക്ക് വേണ്ടി അങ്ങനെ മരുഭൂമി വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും കുറേ ദൂരം കൂടെ ചെന്നാലേ നമ്മൾ ചെയ്തത്. ഇനി എത്ര ദൂരം ഉണ്ടാവും? 12 മിനിറ്റ് കണ്ടോ. ഞങ്ങൾ ഇനി 12 മിനിറ്റ് ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്തെത്തും. ജോഷു, ആർ യു എക്സൈറ്റഡ്? No? Why? ഞങ്ങളങ്ങനെ എല്ലാവരും എക്സൈറ്റഡ് ആണ്. നമുക്ക് ഡെസേർട്ട് സഫാരി എന്ന് പറയുന്നത് ഒരു വളരെ രസകരമായിട്ടുള്ള സംഭവമാണ്. ഇവിടുന്ന് കുറച്ച് ദൂരം യാത്ര ചെയ്ത് ഇവിടുന്ന് ഡെസേർട്ട് സഫാരി നടത്തുന്ന ആ ഒരു ക്യാമ്പിൻ്റെ അവിടെ എത്തിക്കണം. ഇവിടെ എല്ലാം ചുറ്റും വേണ്ടി വന്നേക്കുന്ന ആളുകളുടെ വണ്ടികളാണ്. അവിടെ കുറേ ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ട്. അങ്ങ് ദൂരെയായിട്ട് ഡെസേർട്ടിൽ വണ്ടികൾ ഓടിക്കാൻ നമുക്ക് കാണാൻ പറ്റും. അവധി ദിവസം ആയതുകൊണ്ട് ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങ് ദൂരെയായിട്ട് അവിടെയൊക്കെ ഡെസേർട്ട് സഫാരിയുടെ വണ്ടികൾ ഓടിക്കാൻ നമുക്ക് കാണാം. ഇതിലൊക്കെ ഈ ATV ബൈക്ക് റൈഡ് നടത്താൻ പറ്റും, നമുക്ക് ഡെസേർട്ട് വഴി നടത്താൻ പറ്റും. അതുപോലെ തന്നെ അവിടെ ക്യാമൽ സഫാരിയൊക്കെ കാണാം. നമ്മുടെ കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഡെസേർട്ട് സഫാരി നടത്താൻ വേണ്ടി നമ്മളെ കൊണ്ടുവരുന്ന കാറിപ്പോൾ എത്തും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോകാനുള്ള കാറ് വന്നേക്കാണ്. ഈ ഒരു കാറിലാണ് നമ്മൾ ഡെസേർട്ട് സഫാരിക്ക് പോകുന്നത്. വീട്ടിലോട്ട് പോവാണ്. അടിപൊളിയാണ്, എല്ലാവരും എക്സൈറ്റഡ് ആണ്.
അടിപൊളി എക്സ്പീരിയൻസ് ആണോ. നമ്മൾ ലൈഫിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഈ ഒരു ഡെസേർട്ട് സഫാരി. ഇവിടെ നമ്മൾ ഡെസേർട്ട് സഫാരി കഴിഞ്ഞിട്ട് തിരിച്ചു വിടുന്നു കേട്ടോ. ജോഷിക്കുട്ടി അറബിക് ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ ഇതൊക്കെ ധരിപ്പിക്കുകയാണ്. ഇവിടെ നമുക്ക് ക്യാമൽ സഫാരി ഉണ്ട്, അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഈഗിളൊക്കെ ഉണ്ട് ഇവിടെ, നമുക്ക് കൈ വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. പല പല ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. വളരെ മെരുക്കമുള്ള ഈഗിളാണ്. ഇവിടെ ക്യാമൽ റൈഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ ഇവിടെ കയറി കുറച്ച് ദൂരം അപ്പുറത്തോട്ട് ക്യാമൽ റൈഡ് പോകാൻ പറ്റും. പരുന്തിനെ കൊണ്ട് കൈ വെച്ച് തരുന്നതിനും ഈ തലയൊക്കെ എടുത്ത് തരുന്നതിനൊക്കെ ഇവർ നല്ല പൈസ മേടിക്കുന്നുണ്ട്. ഇച്ചിരി ഗുഡായി പരിപാടിയാണ്. ഇതുണ്ടോ, ഇഷ്ടംപോലെ പരിപാടി, ഇഷ്ടംപോലെ ആൾക്കാരും ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് നമ്മുടെ ആ ഒരു പാക്കേജ് ഇൻക്ലൂഡഡ് ആണ് ഈ ഒരു ക്യാമൽ റൈഡ്. അപ്പം നമ്മൾ അടുത്ത് ക്യാമൽ റൈഡ് പോകാൻ വെയിറ്റ് ചെയ്യണം. ഡെസേർട്ട് സഫാരിയും ക്യാമൽ റൈഡും ഒക്കെ ആയിട്ട് കുറേ പരിപാടികൾ കൂടി ഒരു ഫുൾ പാക്കേജ് ഈ ഒരു സ്ഥലത്താണ് ഫുൾ നടക്കുന്നത്. ഇപ്പോൾ ഒരു ചെറിയ ക്യാമ്പായിട്ട് മരുഭൂമിയുടെ നടുക്ക് ഇവർ ഉണ്ടാക്കിയെടുത്തേക്കാണ്. ഇവിടെ കുറേ ഷോപ്പുകളും കാര്യങ്ങളും ഉണ്ട് ആ സൈഡിൽ. ഉണ്ടോ, ഈ സൈഡിൽ ഇതാണ്, ഇവിടെ തൊട്ടാണ് മരുഭൂമിയുടെ ഒരു റൈഡ് ചെയ്യുന്ന ഒരു ഭാഗമുള്ളത്. ഇവിടുന്ന് ചെറിയ ചെറിയ മണൽ കുന്നുകളുണ്ട്. ഈന്തപ്പനയൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. ഇവിടെ വൈകുന്നേരം നമുക്കിവിടെ ബെല്ലി ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഈ ഒരു പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഇപ്പം വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗം ധാരാളം ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ സാധനങ്ങൾക്കും അത്യാവശ്യം നല്ല വിലയുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഈ ഭാഗത്താണ് രാത്രിയിൽ ബെല്ലി ഡാൻസും കാര്യങ്ങളും നടക്കുന്നു തോന്നുന്നു. ഇതെല്ലാം ഫുഡും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഈ ഒരു നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇവിടെ വരുമ്പോഴത്തേക്കും ഇതിനകത്തെല്ലാം ഫുഡും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ധാരാളം അറബിക് ഷോപ്പുകളുണ്ട് കേട്ടോ. നമുക്ക് ഡെസേർട്ടുമായിട്ട് ബന്ധപ്പെട്ട് കുറേ സാധനങ്ങൾ ഇവിടെ മേടിക്കാൻ പറ്റും. ഇവിടെ സാൻഡ് ആർട്ട് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട് ഇവിടെ. ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് മേടിക്കാൻ പറ്റും. ഇതൊക്കെയാണ് സാൻഡ് ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ വിൽക്കാൻ വെച്ചേക്കുന്നതാണ്. നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ദൂരം അങ്ങോട്ട് നമ്മൾ നടന്നു പോകാൻ പറ്റും. വളരെ സേഫായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. നമ്മൾ കാനഡയിലെ മഞ്ഞിൽ നിന്ന് വന്നിട്ട് ഇപ്പം UAE മണൽ പരപ്പിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. നമുക്കിതിൽ നടക്കാൻ പറ്റും കേട്ടോ. ചെറിയ ചെറിയ മണൽ കുന്നുകൾ കേട്ടോ, അടിപൊളിയാണ് കേട്ടോ. അവർ ഈ പിള്ളേരൊക്കെ ശരിക്കും പറഞ്ഞാൽ കാനഡയിലെ മഞ്ഞിൽ നിന്ന് വന്നിട്ട് ഈ ഒരു മണൽ അവർക്കൊരു വ്യത്യസ്തമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ജോഷുവ എങ്ങനെയുണ്ട്? മണൽ ഇഷ്ടപ്പെട്ടോ? നല്ലതാണോ? ഡു യു ലൈക്ക് ഇറ്റ്? അന്ന് കുറച്ചുകൂടെ ഒന്ന് മരുഭൂമി എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് ഈ ചെറിയ കൊന്നു കയറി നമുക്ക് നോക്കാം എങ്ങനെയുണ്ടോ. ഞാനിതുവരെ ഇങ്ങനെ മണലിലൂടെ നടന്നിട്ടില്ല. നമുക്ക് ഓടിക്കയറി നോക്കാം. അടിപൊളിയാണല്ലോ. ഇവിടെ എല്ലാം മണൽ കുന്നുകളാണ്. നമ്മളെ കാറിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാകത്തില്ല. ഇങ്ങനെ നടക്കുമ്പോഴാണ് മരുഭൂമി എങ്ങനെയാണ് ശരിക്കും ഒന്ന് മനസ്സിലാകുന്നത്. ചെറിയ ചെറിയ കുന്നുകളാണ്, അടിപൊളിയാണ് കേട്ടോ. ഇതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. ഇതിലേക്കൊക്കെ ആളുകൾ നടന്നു പോയിട്ടുണ്ട്. ഏകദേശം സൂര്യൻ അസ്തമിക്കാറായി. ആ ഭാഗത്താണ് നമ്മൾ മുമ്പേ പോയ റൈഡിന് ആളുകൾ പോകുന്നത്. ഇവിടെ എല്ലാം ചെറിയ ചെറിയ കുന്നുകളാണ്, അടിപൊളിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടെ UAE എത്തുന്നവർക്ക് ഈ മരുഭൂമി എക്സ്പ്ലോർ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ അതൊരു വലിയ നഷ്ടമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് ഈ ഒരു ഡെസേർട്ട് സഫാരി. അത് അടിപൊളിയാണ്. ക്യാമ്പ് ഏരിയ നമ്മൾ പോയ റൈഡ് നടക്കുന്ന സ്ഥലം അത് ആ ഭാഗമാണ് കേട്ടോ. വൈഫും അളിയനും പെങ്ങളൊക്കെ ആ ഭാഗത്തുണ്ട്. ഞാനിനി നടന്ന് ആ ഭാഗത്തോട്ട് പോകണം. ഇവിടെ വേണേൽ കുറച്ചുകൂടി ദൂരം നമുക്ക് പോകാൻ പറ്റും. അടിപൊളി കാഴ്ചയാണ് കേട്ടോ. ചെറുതായിട്ട് കാറ്റടിക്കുന്നുള്ളൂ, അപ്പം വലിയ മണൽക്കാറ്റൊന്നുമില്ല. ഡെസേർട്ട് റൈഡൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ VIP ലോഞ്ചാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അവിടെ ഇരിക്കുകയാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ബെല്ലി ഡാൻസും കാര്യങ്ങളും കാണാം. ഇപ്പോൾ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ വെയിറ്റ് ചെയ്യാം. സ്റ്റേജിലാണ് ബെല്ലി ഡാൻസും കാര്യങ്ങളും നടക്കുന്നുണ്ടോ. ഇവിടെ എല്ലാം ഫുള്ള്
ആൾക്കാർ നിറയും കുറച്ച് കഴിയുമ്പോഴത്തേക്കും. ഇപ്പോൾ ആൾക്കാരൊക്കെ വരുന്നേ ഉള്ളൂ. ഇവിടെ ഒരു ഫുഡൊക്കെ കുക്ക് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ നമ്മൾ ഇരിക്കുന്നിടത്ത് നമ്മൾ ഈ ഒരു ഏരിയ ബുക്ക് ചെയ്തേക്കുന്നതുകൊണ്ട് നമുക്കിവിടെ തന്നെ ഫുഡ് അവർ ഡെലിവറി ചെയ്യും. ക്യാമ്പ് സൈറ്റിലെ എല്ലാ പ്രോഗ്രാംസും അവസാനിച്ചിരിക്കുകയാണ്. വളരെ രസകരമായിട്ടുള്ള ദിവസമായിരുന്നു. നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും.